ശുഭമുഹൂർത്തം കുറിക്കുന്ന മാംഗല്യനാദം. എന്താ സ്വപ്നം കാണുകയാണോ? പരിശുദ്ധമായ പട്ടിനോട് ചേരുന്ന ചന്ദനം. ചന്ദന ഗന്ധത്തിലൊരു പട്ടഴക്. സീമാസ് വെഡിംഗ് കളക്ഷൻസ്, AM റോഡ്, പെരുമ്പാവൂർ, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇതാദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇലച്ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല, ഉപയോഗിച്ച് വിജയിച്ച 100 കണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക്, നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്. നമസ്കാരം, സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റവന്യൂ ഭൂമിയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റം. നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. ഭൂമി ആദിവാസികളുടേതെന്ന DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. കാട്ടാനാക്രമണത്തിൽ പൊറുതിമുട്ടി ഉപ്പുതറ വളക്കോട്ടിലെ കർഷകർ. രാത്രിയിലെത്തിയ കാട്ടാനക്കൂട്ടം വരുത്തിവെച്ചത് ലക്ഷങ്ങളുടെ കൃഷിനാശം. നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ലെന്ന് കർഷകർ. പട്ടയമെന്ന കിട്ടാക്കനിക്കായി കല്ലാറുകുട്ടിയിലെ കർഷകരുടെ കാത്തിരിപ്പ് നീളുന്നു. സർക്കാർ കനിവിനായി കാത്തിരിക്കുന്നത് 3500-ലധികം കുടുംബങ്ങൾ. ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ച് ജനങ്ങളെ വഞ്ചിച്ച മുഖ്യമന്ത്രിയും ഇടുക്കിയിൽ നിന്നുള്ള ഇടത് MLA-മാരും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്. വിശദമായ വാർത്തകളിലേക്ക്. ചിന്നക്കനാലിലെ റവന്യൂ ഭൂമി കയ്യേറി വനംവകുപ്പ് ബോർഡ് സ്ഥാപിച്ചതിനെതിരെ നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. DCC വൈസ് പ്രസിഡന്റിന്റെ KS അരുൺ ബോർഡ് സ്ഥാപിച്ച വഴിയടച്ച് സിമന്റ് പാലത്ത് സന്ദർശനം നടത്തി. വനംവകുപ്പ് കൈയടക്കാൻ ശ്രമിക്കുന്നത് AK ആന്റണി സർക്കാരിന്റെ കാലത്ത് ആദിവാസികൾ കൈമാറ്റിവെച്ച ഭൂമിയാണെന്ന് KS അരുൺ പറഞ്ഞു. ചിന്നക്കനാലിൽ വനംവകുപ്പിന് ഭൂമിയില്ലെന്നിരിക്കെ റവന്യൂ ഭൂമി വ്യാപകമായി കയ്യേറി സംരക്ഷിത വനമാക്കി മാറ്റുവാനുള്ള നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പരിപാടികൾക്കൊപ്പം നിയമ നടപടികൾക്കും തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. വനംവകുപ്പ് ഏതാനും ദിവസം മുമ്പ് റിസർവ് വനമെന്ന ബോർഡ് സ്ഥാപിച്ച ആനയിറങ്കൽ ജലാശയത്തിലേക്കുള്ള വഴിയടച്ച സ്ഥലത്ത് DCC വൈസ് പ്രസിഡന്റ് KS അരുൺ സന്ദർശനം നടത്തി. റവന്യൂ ഭൂമിയിലെ കയ്യേറ്റം അനുവദിക്കുവാൻ കഴിയില്ലെന്നും AK ആന്റണി സർക്കാർ പാവപ്പെട്ട ആദിവാസികളെ പുനരധിവസിപ്പിക്കുന്നതിന് ഏറ്റെടുത്ത ഭൂമിയാണ് വനംവകുപ്പ് കയ്യേറാൻ ശ്രമിക്കുന്നതെന്നും KS അരുൺ ആരോപിച്ചു. ചിന്നക്കനാലിൽ വനം പ്രദേശമായി അല്ലെ വനമേഖലയായി വനം വകുപ്പിൻ്റെ കീഴിൽ
ഭൂമിയില്ല എന്ന് 2022 കിട്ടിയ വിവരാവകാശ രേഖയുടെ അടിസ്ഥാനത്തിൽ നമുക്കെല്ലാം അറിവുള്ള കാര്യമാണ്. പക്ഷേ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വനം വകുപ്പ് ഈ ഒരു ബോർഡ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ 2024 ഡിസംബർ മാസം പുറത്തിറക്കിയ കരട് വിജ്ഞാപന പ്രകാരം ആ കരട് വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് ആദിവാസി മേഖലയിൽ ആദിവാസികൾക്ക് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്ന ഭൂമി മാത്രമല്ല, ചിന്നക്കനാലിലെ ജനങ്ങളെയാകെ കുടിയൊഴിപ്പിച്ച മേഖല വനമാക്കി മാറ്റുന്നതിനുള്ള നീക്കമാണ് വനം വകുപ്പ് നടത്തുന്നതെന്നും KS അരുൺ ആരോപിച്ചു. ആദിവാസി മേഖലയെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1490 ഏക്കർ ഭൂമി അത് ആദിവാസികൾക്കായിട്ട് പതിച്ചു നൽകിയിട്ടുള്ളതാണ്. അതിലേകദേശം 566 പരം കുടുംബങ്ങൾക്ക് ഭൂമി നൽകുകയും ഇപ്പോൾ 822 ഏക്കർ ഭൂമി ഇനി നൽകുവാനുമുണ്ട്. വിഷയത്തിൽ പ്രാദേശികമായി പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനൊപ്പം നിയമ നടപടികളുമായി മുമ്പോട്ട് പോകുമെന്നും അരുൺ വ്യക്തമാക്കി. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. ലക്ഷങ്ങളുടെ നാശം വിതച്ച ഉപ്പുതറ വളകോട് ജനവാസ മേഖലയിൽ കാട്ടാന വിളയാട്ടം. മുത്തമ്പടി കല്ലേറ്റുപാറ ചെറുകരക്കുന്നേൽ തോമസിന്റെ കൃഷിയിടത്തിലാണ് കാട്ടാന കൃഷി നശിപ്പിച്ചത്. തോമസിന്റെ വീടിന് സമീപത്താണ് കാട്ടാനയെത്തി കൃഷി നശിപ്പിച്ചത്. കാട്ടാനകളെ പ്രതിരോധിക്കാൻ വനംവകുപ്പ് കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്ന് നാട്ടുകാർ. ഇന്നലെ എത്തിയ കാട്ടാനക്കൂട്ടമാണ് മുത്തമ്പടി കല്ലേറ്റുപാറ ചെറുകരക്കുന്നേൽ തോമസിന്റെ കൃഷിയിടത്തിൽ നാശം വിതച്ചത്. 1/2 ഏക്കറോളം സ്ഥലത്തെ ഏലം, കുരുമുളക് കൃഷികൾ ചവിട്ടിമെതിച്ചും ഒടിച്ചും നശിപ്പിച്ചു. കുലച്ച 20ഓളം വാഴകൾ ഭക്ഷിക്കുകയും ചെയ്തു. എല്ലാ വർഷവും വേനൽക്കാലത്ത് കാട്ടാനകൾ കൂട്ടത്തോടെ എത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവാണെന്നും ഇവർ പറയുന്നു. കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് തോമസിന് ലക്ഷങ്ങളുടെ കൃഷിനാശമാണ് ഉണ്ടായത്. കാട്ടാന ജനവാസ മേഖലയിലെത്തിയാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ പോലും തയ്യാറാകുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഭയങ്കരമായ കൃഷി ആനശല്യമുണ്ട് ഈ മേഖലകളിൽ. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നാലും വനത്തിൻ്റെ അറമ്പുകളിലുള്ളവർ ഒക്കെ റേഞ്ച് അതുപോലുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതിനോട് ഫോൺ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കാനോ മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഇങ്ങനെ 4-5 ആനകളുടെ പറമ്പിൽ വന്ന ഒരു വർഷത്തിൽ 3-4 പ്രാവശ്യം കയറി കഴിഞ്ഞാൽ കർഷകന് എന്തെടുത്ത് ജീവിക്കുമെന്ന് അറിയത്തില്ല. ഒന്നെങ്കിൽ ഉണക്കെ പോകും, അല്ലെങ്കിൽ ആന കയറി കൃഷി നശിപ്പിക്കും. കാക്കത്തോട് സെക്ഷന്റെ പരിധിയിൽ വരുന്ന മേഖലയിൽ കാട്ടാനശല്യം നിത്യസംഭവമായിട്ടും വനംവകുപ്പ് ഒരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. പ്രതിരോധ മാർഗങ്ങൾ ഒരുക്കുന്നില്ലെന്ന് മാത്രമല്ല, ലക്ഷങ്ങളുടെ കൃഷിനാശമുണ്ടാകുമ്പോഴും 1 രൂപ പോലും വനംവകുപ്പ് നഷ്ടപരിഹാരവും നൽകാറുമില്ല. കാട്ടാനശല്യം രൂക്ഷമായതോടെ കർഷകർക്ക് ഉറക്കം നഷ്ടപ്പെട്ട അവസ്ഥയാണ്. സിറ്റി വിഷൻ, ഉപ്പുതറ. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം റോഡ് വികസനമെന്ന നാട്ടുകാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. NR സിറ്റി മാങ്ങാത്തൊട്ടി റോഡിന്റെ നിർമ്മാണമാണ് പുരോഗമിക്കുന്നത്. കാലങ്ങളായി കാൽനട പോലും സാധ്യമാകാതെ കിടന്ന റോഡ് ഉടുമ്പൻചോല MLA MM മണിയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക ഉപയോഗിച്ചാണ് ടാറിംഗ് നടത്തുന്നത്. സേനാപതി, രാജാക്കാട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ് NR സിറ്റി മാങ്ങാത്തൊട്ടി റോഡ്. റോഡിൽ പന്നിയാർപ്പുഴയ്ക്ക് കുറുകെയുള്ള വീതി കുറഞ്ഞ പാലവും തകർന്നു കിടക്കുന്ന റോഡും ഗതാഗത യോഗ്യമാക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരും പൊതുപ്രവർത്തകരും ഉടുമ്പൻചോല MLA MM മണിയെ കണ്ടറിയിച്ചിരുന്നു. തുടർന്നാണ് റോഡ് നിർമ്മിക്കുന്നതിനായി 6,40,00,000 രൂപ ആസ്തി വികസന ഫണ്ടിൽ നിന്നും MLA അനുവദിച്ചത്. ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. രാജാക്കാട് പഞ്ചായത്തും സേനാപതി പഞ്ചായത്തുമായിട്ട് കൂട്ടിയോജിപ്പിക്കുന്ന മാങ്ങാത്തൊട്ടി കനകപ്പുഴ NR സിറ്റി റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്, പുരോഗമിച്ചു വരികയാണ്. അത് ഏറ്റവും നല്ല ഭംഗിയാക്കി കൊണ്ടുവരുന്നതിന് ഉടുമ്പൻചോല MLA മണിയാച്ചൻ്റെ നിർലോഭമായ സഹകരണവും വിവിധ ത്രിതല പഞ്ചായത്തുകളുടെ സഹായവും ഇടപെടലും നമ്മുടെ ഈ പ്രദേശത്തെ ആദ്യകാല റോഡ് എന്നുള്ള നിലയ്ക്ക് ഏറ്റവും മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഏറ്റവും നല്ല റോഡാക്കി മാറ്റുന്നതിന് പരമാവധി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. 4 കിലോമീറ്റർ റോഡ് വികസനം പൂർത്തിയാകുന്നതോടെ പന്നിയാർപ്പുഴയുമായി ബന്ധപ്പെട്ടുള്ള വെള്ളച്ചാട്ടവും സമീപ പ്രദേശത്തിന്റെയും ടൂറിസം വികസനത്തിനും ഗുണകരമാകും. കാലങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ആധുനിക രീതിയിൽ ഗതാഗത യോഗ്യമായ റോഡ് വികസനം സാധ്യമാകുന്നതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. സിറ്റി വിഷൻ, NR സിറ്റി. പട്ടയത്തിനായുള്ള കല്ലാർകുട്ടി മേഖലയിലെ കർഷകരുടെ കാത്തിരിപ്പ് നീളുന്നു. 3500-ലധികം കുടുംബങ്ങളാണ് പട്ടയം ലഭിക്കുന്നതും കാത്ത് കല്ലാർകുട്ടി മേഖലയിൽ കഴിയുന്നത്. പട്ടയം എന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും
ഫലപ്രാപ്തിയിലെത്താത്തതിൽ പ്രദേശവാസികളായ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. കല്ലാറുകുട്ടി ജലാശയത്തിന്റെ സമീപ മേഖലകളിൽ താമസിക്കുന്ന കുടുംബങ്ങളുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് നീളുകയാണ്. നിരന്തരം ആവശ്യമുന്നയിച്ചിട്ടും പട്ടയമെന്ന തങ്ങളുടെ ആവശ്യത്തോട് ബന്ധപ്പെട്ടവർ മുഖം തിരിക്കുന്നുവെന്നാണ് കല്ലാറുകുട്ടി നിവാസികളുടെ ആക്ഷേപം. പ്രദേശവാസികളുടെ പട്ടയമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ടെങ്കിലും ആവശ്യം ഇനിയും ഫലപ്രാപ്തിയിൽ എത്താത്തതിൽ കുടുംബങ്ങൾക്ക് വലിയ നിരാശയുണ്ട്. പട്ടയ ലഭ്യതയ്ക്കായി സർക്കാരിന്റെ ഇടപെടൽ എന്ന ആവശ്യം കുടുംബങ്ങൾ ഇപ്പോഴും ആവർത്തിക്കുന്നു. കല്ലാറുകുട്ടി ഡാമിൻ്റെ കച്ചവൻ്റെ ഏരിയയിൽപ്പെട്ട 4000-ഓളം വരുന്ന കർഷകർക്കും അതിനു മുമ്പ് പട്ടയമുണ്ടായിരുന്ന ആളുകൾക്കും നിലവിലുള്ള റീസർവേ നടപടികൾ പൂർത്തീകരിക്കുവാനോ അതിനുവേണ്ട നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനോ റവന്യൂ വകുപ്പിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. കല്ലാറുകുട്ടി അണക്കെട്ടിന്റെ ഇരുകരകളിലുമായി വെള്ളത്തൂവൽ, കൊന്നത്തടി പഞ്ചായത്തുകളിൽ അധിവസിക്കുന്ന 3500-ലധികം കുടുംബങ്ങൾക്കാണ് പട്ടയം ലഭ്യമാകേണ്ടതുള്ളത്. പട്ടയ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നതിനായി രൂപം കൊണ്ട് പട്ടയാവകാശ സംരക്ഷണ വേദി മുമ്പ് വിവിധ സമരപരിപാടികൾക്ക് രൂപം നൽകിയിരുന്നു. പട്ടയ വിഷയത്തിൽ ഇനിയും തങ്ങൾക്ക് നേരെ മുഖം തിരിക്കരുതെന്നാണ് കല്ലാർകുട്ടിയിലെ കർഷക കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, അടിമാലി. ഏലപ്പാറയിലെ തോട്ടം മേഖലയായ ഹെലിബറിയിലേക്ക് KSRTCയുടെ പുതിയ ബസ് സർവീസ് ആരംഭിച്ചു. KSRTC കുമളി ഡിപ്പോയിൽ നിന്നുമാണ് പുതിയ സർവീസ് ആരംഭിച്ചത്. തോട്ടം മേഖലയിലേക്ക് എത്തിയ ബസ്സിന് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. ഏലപ്പാറയിലെ തോട്ടം മേഖലയായ ഹെലിബറിയയിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിക്കണമെന്ന ആവശ്യത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. ഇതുവഴിയുള്ള റോഡ് നവീകരിച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. എന്നാൽ നാട്ടുകാർ ട്രിപ്പ് ജീപ്പുകളെയും ഓട്ടോറിക്ഷകളെയുമാണ് ഗതാഗതത്തിനായി ആശ്രയിച്ചിരുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് ഇതുവഴി ബസ് സർവീസ് ഉണ്ടായിരുന്നതാണ്. എന്നാൽ റോഡ് തകർന്നതോടെ ഈ സർവീസ് നിലച്ചു. പിന്നീട് റോഡ് നവീകരണത്തിന് ശേഷം ഇപ്പോഴാണ് ബസ് സർവീസ് പുനരാരംഭിച്ചത്. സ്വകാര്യ ബസ് സർവീസ് ഏലപ്പാറയിൽ നിന്നും ഹെലിബറിയ വഴി കുമളിയിലേക്ക് അടുത്തിടെ പുതിയതായി ആരംഭിച്ചിരുന്നു. ഒരു ദിവസം 2 പ്രാവശ്യം എത്തുന്ന വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 9:15-നും വൈകിട്ട് 5 മണിക്കുമാണ് എത്തുന്നത്. പീരുമേട് MLA വാഴൂർ സോമൻ, ഏലപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ പുതിയതായി ആരംഭിച്ച KSRTC ബസ്സിന് ഏലപ്പാറയിൽ സ്വീകരണം നൽകി. നമുക്ക് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമായിട്ട് നമുക്ക് ഹെലിബറിയയിലേക്ക് ഒരു ബസ് സർവീസ് തുടക്കം കുറിക്കുകയാണ്. ഒരു ചെറിയ തുടക്കം എന്നുള്ളത് ഞാൻ ആവശ്യപ്പെട്ടിരുന്നത് കുമളിയിൽ നിന്ന് ശാന്തിപ്പാലം വഴി ഹെലിബറിയ വഴി ഏലപ്പാറ വന്ന് വാഗമൺ പോയി തിരിച്ചു പോകുന്ന ഒരു സർവീസാണ് ആവശ്യപ്പെട്ടത്. റോഡ് കുറച്ചും കൂടെ തീരാറുണ്ട്. നമുക്ക് റോഡിൻ്റെ പണികളൊക്കെ ഓരോ വശത്തും തീർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഇങ്ങനെ തുടങ്ങാം. പുതിയതായി KSRTC ബസ് സർവീസ് ആരംഭിച്ചതോടെ തോട്ടം മേഖലയിലെ തൊഴിലാളികൾ ഉൾപ്പെടെ ദീർഘനാളത്തെ ആവശ്യത്തിന് പരിഹാരമാവുകയാണ്. എന്നാൽ ഹെലിബറിയ ശാന്തിപ്പാലം വഴി കുമളിയിലേക്ക് പോകുന്ന വിധത്തിൽ സർവീസ് പുനഃക്രമീകരിക്കണമെന്ന ആവശ്യവും ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ റോഡിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണെന്നും ഇതാ പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഇതുവഴി സർവീസ് ആരംഭിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പിനോട് അഭ്യർത്ഥിക്കുമെന്നും MLA വ്യക്തമാക്കി. സിറ്റി വിഷൻ, ഏലപ്പാറ. 12,000 ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ച് ജനങ്ങളെ വഞ്ചിച്ച മുഖ്യമന്ത്രിയും ഇടുക്കിയിലെ ഇടതുപക്ഷ MLA-മാരും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് രാജകുമാരിയിൽ നടന്ന കേരള കോൺഗ്രസ് മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മുഖ്യമന്ത്രി പിണറായി വിജയൻ 5 വർഷം മുൻപ് കട്ടപ്പനയിലെ പൊതുസമ്മേളനത്തിൽ പ്രഖ്യാപിച്ച 12,000 കോടി രൂപയുടെ ഇടുക്കി പാക്കേജിൽ കാര്യമായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് CPM നേതാവും മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയുമായ തോമസ് ഐസക് തന്നെ പറഞ്ഞിട്ടുള്ളതിന് മുഖ്യമന്ത്രിയും ഇടുക്കിയിലെ മന്ത്രിയും ഇടതുമുന്നണി MLA-മാരും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ് രാജകുമാരി സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കേരള കോൺഗ്രസ് രാജകുമാരി മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. തൊട്ടു പിന്നാലെ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ 2 തെരഞ്ഞെടുപ്പുകളും ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ജനങ്ങൾ വിവേകത്തോടുകൂടി
വളരെ ബുദ്ധിപൂർവ്വം തെരഞ്ഞെടുപ്പിനെ കൈകാര്യം ചെയ്യേണ്ട ഒരു അവസരമാണ്. ഞാൻ പറയാൻ കാരണം 9 വർഷക്കാലമായി ഈ സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ഗവൺമെന്റ്, പിണറായി ഗവൺമെന്റ് ഈ നാട്ടിൽ എന്ത് ചെയ്തു എന്ന് അവർ ജനങ്ങളോട് പറയാൻ ബാധ്യസ്ഥരാണ്. വരാൻ പോകുന്ന പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതിന്റെ ഭാഗമായിട്ടാണ് കൺവെൻഷനുകൾ സംഘടിപ്പിച്ചു വരുന്നത്. മണ്ഡലം കമ്മിറ്റികളുടെയും വാർഡ് തല കമ്മിറ്റികളുടെയും നിയോജക മണ്ഡലം കമ്മിറ്റികളുടെയും കർഷക യൂണിയനുകളുടെയും പ്രവർത്തനം ശക്തിപ്പെടുത്തി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്ന ലക്ഷ്യത്തോടെയാണ് ചെയർമാൻ PJ ജോസഫിന്റെ നിർദ്ദേശപ്രകാരം കൺവെൻഷനുകളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു വരുന്നത്. മണ്ഡലം പ്രസിഡന്റ് ജോസ് കണ്ടത്തിൻകരയുടെ നേതൃത്വത്തിൽ രാജകുമാരിയിൽ നടന്ന കൺവെൻഷനിൽ കേരള കർഷക യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് വെട്ടിയാങ്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഉടുമ്പൻചോല നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോജി ഇടപ്പള്ളിക്കുന്നിൽ, സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗം ജോസ് പൊട്ടൻപ്ലാവൻ, കേരള കർഷക യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ബിനു ജോൺ ഇലവുമൂട്ടിൽ എന്നിവർ വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു. ഇടുക്കിയുടെ കഥാകാരനും സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റും കർഷക യൂണിയൻ ജില്ലാ സെക്രട്ടറിയുമായ ജോർജ് അരീപ്ലാക്കലിനെ KM ജോർജ് മെമ്മോറിയൽ സ്മാരക സാഹിത്യ പുരസ്കാരമായി മൊമന്റോ നൽകി ആദരിച്ചു. മാധ്യമപ്രവർത്തകനും എഴുത്തുകാരനുമായ ആന്റണി മുനിയറ, കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി അംഗം ഷാജി കൊച്ചുകരോട്ട്, സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബോസ് പൂത്തയത്ത്, കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ബേബി പടിഞ്ഞാറേക്കുടി, ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഡെയ്സി ജോയി, ജോയി കുരിശിങ്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സിറ്റി വിഷൻ, രാജാക്കാട്. രാജാക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തോടനുബന്ധിച്ച് ഉത്സവ ബലി നടന്നു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉത്സവവുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ നടത്തപ്പെടുന്ന ഉത്സവ ബലിക്ക് ഏറെ പ്രാധാന്യമുണ്ട്. പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ദേവചൈതന്യത്തിന് നാമരൂപം നൽകി ആരാധിക്കുന്നതാണ് ഉത്സവ ബലി. വിശേഷ മന്ത്രങ്ങളാലും പുഷ്പങ്ങളും ദീപാലങ്കാരങ്ങളും അടക്കം ഏറെ പ്രത്യേകത നിറഞ്ഞതാണ് ഉത്സവ ബലി. അതുകൊണ്ട് തന്നെ മണിക്കൂറുകൾ കാത്തുനിന്ന് ഉത്സവ ബലി തൊഴുന്നതിനായി ആയിരങ്ങളാണ് രാജാക്കാട് ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയത്. ഉത്സവത്തോടനുബന്ധിച്ച് നാളെ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. താലപ്പൊലി ഘോഷയാത്രയും 105 മേളക്കാർ അണിനിരക്കുന്ന ചെണ്ടമേളമടക്കം വിപുലമായ പരിപാടികൾ നടത്തുമെന്ന് ക്ഷേത്രം ഭാരവാഹികളും അറിയിച്ചു. രാവിലെ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങളോട് കഴിഞ്ഞ് ക്ഷേത്രത്തിന് ശ്രീവേലിയായിട്ട് നാദസ്വര കച്ചേരിയോടുകൂടിയുള്ള ശ്രീവേലിയാണ് നാളെ ക്ഷേത്രത്തിൽ നടക്കുന്നത്. രാവിലെ 8:30 ആരംഭിക്കും. അതിനുശേഷം വൈകുന്നേരം 4 മണിക്ക് NRCT ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്നുമുള്ള താലപ്പൊലി ഘോഷയാത്രയും ഭക്തജനങ്ങളുടെ അകമ്പടിയോടെയുള്ള ദേവനെ എതിരേറ്റ് വരുന്നതാണ് ക്ഷേത്രത്തിലേക്ക്. അതിനുശേഷം ടൗണിൽ വരുമ്പോൾ 105 മേളക്കാരുടെ നേതൃത്വത്തിൽ, അതായത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നടന്നുവരുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകളിലും ദിവസവും നടത്തപ്പെടുന്ന അന്നദാനത്തിലും പങ്കെടുക്കാൻ മലയോരത്തു നിന്ന് മാത്രമല്ല മറ്റു ജില്ലകളിൽ നിന്ന് പോലും നിരവധി പേരാണ് എത്തുന്നത്. സിറ്റി വിഷൻ, രാജാക്കാട്. ഡാമുകൾക്കും ചെക്ക് ഡാമുകൾക്കും ചുറ്റും 1 കിലോമീറ്റർ ബഫർ സോൺ പ്രഖ്യാപിച്ച ജലവിഭവ വകുപ്പിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിനെ കരിങ്കൊടി കാണിച്ചു. വണ്ടിപ്പെരിയാറിൽ വെച്ച് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് അറക്കപ്പറമ്പിലിന്റെ നേതൃത്വത്തിൽ മന്ത്രിവാഹനം തടഞ്ഞു നിർത്തിയാണ് കരിങ്കൊടി കാണിച്ചത്. തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ പ്രതിഷേധക്കാരെ നീക്കിയതിനു ശേഷം മന്ത്രി പോവുകയായിരുന്നു. ഇനി ചെറിയൊരിടവേള. കുടിയേറ്റ നാടായ രാജാക്കാട്ടിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികൾക്കടക്കം വിശ്രമിക്കുന്നതിനും തങ്ങുന്നതിനും രാജകീയമായ ഒരിടം. സ്കൈലൈൻ ഇൻ മിനി ആശുപത്രിക്ക് സമീപം രാജാക്കാട്. 3 നിലകളിലായി എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ വിശാലമായ മുറികൾ. AC, നോൺ AC മുറികൾ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാം. ആധുനിക രീതിയിലുള്ള കിടക്കകൾ, വിനോദത്തിനായി LED ടിവികൾ, ഷെൽഫും മറ്റ് സൗകര്യങ്ങളും. പ്രകൃതി മനോഹാരിതയുടെ മടിത്തട്ടായ മണ്ണിൽ സുരക്ഷിതവും ആസ്വാദ്യകരവുമായി വിശ്രമിക്കുവാനും തങ്ങാനും ഇനി മറ്റൊരിടം തേടേണ്ട. സ്കൈലൈൻ ഉണ്ട് 24 മണിക്കൂറും നിങ്ങൾക്കായി രാജാക്കാട്ടിൽ. പശ്ചിമ കൈലാസനാഥനായും സഹ്യാദ്രിയിലെ സൂര്യതേജസ്സായും വാണരുളുന്ന
രാജക്കാട് മഹാദേവൻ. ഈ ദേശത്തിന്റെ ദേശീയ ഉത്സവമായ രാജക്കാട് ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ അതിവിശേഷവും പ്രശസ്തവുമായ തിരുവുത്സവം 2025 മെയ് മാസം 11 തീയതി മുതൽ 16 വരെ നടത്തപ്പെടുന്നു. SNDP രാജക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ, ശാഖായോഗം പ്രസിഡന്റ് സാബു പാവനക്കാട്ട്, യോഗം കൗൺസിലർ KD രമേശ്, യൂണിയൻ സെക്രട്ടറി ലതീഷ് കുമാർ KS, ശാഖായോഗം വൈസ് പ്രസിഡന്റ് VS ബിജു വെട്ടുകല്ലുമാക്കൽ, സെക്രട്ടറി KP സജീവ് കണ്ണശ്ശേരിയിൽ, വനിതാ സംഘം പ്രസിഡന്റ് ദീപ ഷിബു, സെക്രട്ടറി ശുഭ ബൈജു, യൂത്ത് മൂവ്മെന്റ് പ്രസിഡന്റ് ശ്രീരാജ് മധുരമറ്റത്തിൽ, സെക്രട്ടറി അജിത് വിനോദ് ചാത്തമ്പുരയിൽ എന്നിവർ രക്ഷാധികാരികളായും മതസൗഹാർദ്ദ കൂട്ടായ്മകളുടെയും ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിൽ ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പറവൂർ രാകേഷ് തന്ത്രികൾ ഉത്സവത്തിനായി കൊടിയേറ്റുന്നു. ഉത്സവ ദിവസങ്ങളിൽ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് പുറമെ വിവിധ കലാപരിപാടികളും നടത്തപ്പെടുന്നു. മെയ് 14 തീയതി ഉത്സവ ബലിയും മെയ് 15 തീയതി വ്യാഴാഴ്ച ചരിത്രപ്രസിദ്ധമായ എഴുന്നള്ളത്ത് ഘോഷയാത്രയും വലിയ മേളവും പള്ളിവേട്ട മകൾ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? എന്തായി വീട് പണിയൊക്കെ? ഒന്നും ആയില്ല. അമ്മക്ക് കുറച്ച് ട്രഡീഷണലാണ് വേണ്ടത്. അച്ഛനും അനിയനും കുറച്ചൊരു മോഡേൺ ടച്ച് വേണം. ചോയ്സ് ഉണ്ടല്ലോ. അതെ, പിന്നെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ചോയ്സ് ഉണ്ടല്ലോ. അതല്ലടാ, ഞാൻ പറഞ്ഞത് നമ്മുടെ ചോയ്സ് ബിൽഡേഴ്സിനെ കുറിച്ചാണ്. അതെന്താ? നീ പറഞ്ഞതുപോലെ എല്ലാവർക്കും അവരവരുടേതായ ചോയ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിന്നെ കൃത്യമായി സഹായിക്കാൻ പറ്റുന്നതും ചോയ്സ് ബിൽഡേഴ്സ് ആണോ? കൊള്ളാലോ. പ്ലാൻ, പെർമിറ്റ്, എസ്റ്റിമേറ്റ്, എലിവേഷൻ, 3D ഡിസൈൻ, കൺസ്ട്രക്ഷൻ തുടങ്ങി എല്ലാ സർവീസുകളും ഏറ്റവും മികച്ച ടീമിന്റെ മേൽനോട്ടത്തിലാണ് അവർ ചെയ്തു കൊടുക്കുന്നത്. അതും ഉത്തരവാദിത്തത്തോടും. ഇവിടെ സർവീസ് ഉണ്ടോ? പിന്നല്ലാതെ കേരളത്തിലെ എല്ലായിടത്തും അവർക്ക് സർവീസ് ഉണ്ട്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീം ആയതിനാൽ പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായ സമയത്ത് പണി തെറ്റ് താക്കോൽ അങ്ങോട്ട് കയ്യിലോട്ട് തരും. നീ അവരുടെ നമ്പർ ഒന്ന് തന്നെ. എടാ, ഈ നമ്പർ നീ ഒന്ന് നോട്ട് ചെയ്ത്. അപ്പൊ ഞാൻ എല്ലാം ഓക്കെ ആയിട്ട് നിന്നെ വിളിക്കാം. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. കോൺടാക്ട് 8606560526. 38 വർഷത്തെ സേവന പാരമ്പര്യവുമായി പാരഡൈസ് ഫാമിലി സലൂൺ രാജാക്കാട് പ്രവർത്തനം ആരംഭിച്ചു. പ്രശസ്ത ടെലിവിഷൻ താരം ലക്ഷ്മി നക്ഷത്ര ഉദ്ഘാടനം നിർവഹിച്ചു. ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ഹെയർ കട്ടിംഗ്, കളറിംഗ്, കരാറ്റിക്, നാനോ പ്ലാസ്റ്റിക്, ഫാഷൻ കട്ടുകൾ, സ്കിൻ ട്രീറ്റ്മെന്റുകൾ, ഏറ്റവും പുതിയ ലേസർ ട്രീറ്റ്മെന്റുകൾ, കാർബൺ ഫേഷ്യൽ തെറാപ്പികൾ, ബ്രൈഡൽ മേക്കപ്പ്, നെയിൽ ആർട്ട്, മൈക്രോബ്ലേഡിംഗ്, ഐലാഷ് ലിഫ്റ്റിംഗ് തുടങ്ങിയ പ്രീമിയം സർവീസുകൾ കുറഞ്ഞ നിരക്കിൽ രാജാക്കാടിന് ലഭ്യമാക്കുകയാണ് ലക്ഷ്യം. രാജാക്കാട് കാനറ ബാങ്കിന് സമീപം ചെമ്പക്കര ബിൽഡിംഗിലാണ് പാരഡൈസ് ഫാമിലി സലൂൺ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് നൗ. വീണ്ടും വാർത്തയിലേക്ക്. ഒളിമ്പ്യന്മാരടക്കം സംഭാവന ചെയ്ത ഇടുക്കിയുടെ മലയോരത്തു നിന്നും കായിക വിദ്യാഭ്യാസത്തിൽ ഉന്നത വിജയം നേടിയിരിക്കുകയാണ് തൂക്കുപാലം സ്വദേശിയായ ജെറിൻ ജോൺ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ബാച്ചിലർ ഓഫ് സ്പോർട്സ് മാനേജ്മെന്റ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയാണ് ജെറിൻ വിജയകിരീടം ചൂടിയത്. ചെറുപ്പം മുതൽ കായിക വിനോദങ്ങളോടായിരുന്നു ജെറിൻ ജോണിന് ഏറെ താല്പര്യം. ജെറിന്റെ ഈ കഴിവ് കണ്ടെത്തി വേണ്ട പ്രോത്സാഹനം നൽകി. പാലാ സെന്റ് തോമസ് കോളേജിലായിരുന്നു BSM പഠനം. 1ാം വർഷം മുതൽ തന്നെ കായിക മേഖലയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജെറിന് പ്രത്യേക പരിശീലനവും നൽകി. ഒടുവിൽ ജെറിന്റെ പ്രയത്നവും അധ്യാപകരുടെ പ്രോത്സാഹനവും ഫലം കണ്ടു. യൂണിവേഴ്സിറ്റി പരീക്ഷയിൽ 1ാം റാങ്ക് തിളക്കം. തൂക്കുപാലം വിജയമാത പബ്ലിക് സ്കൂളിലെ പഠന സമയത്ത് തന്നെ കായിക ഇനങ്ങളിൽ ജെറിൻ മികവ് പുലർത്തിയിരുന്നു. സംസ്ഥാന ദേശീയ മത്സരങ്ങളിലടക്കം നിരവധി അംഗീകാരങ്ങളും ഈ വിദ്യാർത്ഥി നേടിയെടുത്തു. ഇപ്പോൾ കിട്ടിയ റാങ്ക് പരിശ്രമത്തിനുള്ള ഫലമാണെന്നാണ് ജെറിൻ പറയുന്നത്. അപ്പോൾ ഞാൻ സ്കൂൾ ലെവലിലാണെങ്കിലും സ്പോർട്സ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ നാഷണലൊക്കെ പോകാനായിട്ട് എനിക്ക് ഒരു അവസരം കിട്ടിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഈ സ്കൂൾ ലെവലാണ് ഞാൻ സ്പോർട്സിലോട്ട് വരുന്നത്. അപ്പം അത് കഴിഞ്ഞ് ആ ഒരു ഇൻട്രസ്റ്റ് എൻ്റെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഈ ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സ് ഞാൻ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സ്പോർട്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു കോഴ്സിലേക്ക് വരുന്നത്. സഹോദരനായ ജൂബിറ്റ് ജുൺ തന്റേതായ മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള യുവാവാണ്. ഗൂഗിൾ ഹാൾ ഓഫ് വിന്നറായ ജൂബിറ്റ് മൈക്രോസോഫ്റ്റ് അംബാസിഡർ കൂടിയാണ്. മക്കളുടെ വിജയത്തിളക്കത്തിന്റെ സന്തോഷത്തിലാണ് മാതാപിതാക്കളും. പൊതുപ്രവർത്തകനായ സിബി കിഴക്കേമുറിയുടെയും ഭാര്യ ജെസി സിബിയുടെയും മകനാണ് ജെറിൻ. കായിക മേഖലയിൽ തന്നെ ഉന്നത പഠനം നടത്തുവാനാണ് ഈ വിദ്യാർത്ഥി ലക്ഷ്യം വെക്കുന്നത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം.
NR സിറ്റി SNV ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മാനേജ്മെന്റിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ ആദരിച്ചു. SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പരീക്ഷയ്ക്കിരുത്തിയ രണ്ടാമത്തെ സ്കൂളാണ് NR സിറ്റി SNV ഹയർ സെക്കൻഡറി സ്കൂൾ. ഇത്തവണയും മികച്ച വിജയമാണ് സ്കൂൾ നേടിയത്. സ്കൂളിന് അഭിമാനമായി മാറിയ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റും അധ്യാപകരും PTA ഭാരവാഹികളും ചേർന്ന് ആദരിച്ചു. മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയത് 31 വിദ്യാർത്ഥികളാണ്. ആദരിക്കൽ ചടങ്ങ് SNDP യോഗം രാജാക്കാട് യൂണിയൻ പ്രസിഡന്റ് MB ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിലെ ദീർഘമായ നിങ്ങളുടെ പഠന കാലയളവിൽ ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമായുള്ള ദീർഘമായ കാലയളവിൽ നിങ്ങൾ ഇവിടെ നിന്ന് ആർജിച്ച അറിവുകൾ പരിശോധിക്കപ്പെടുന്ന ആദ്യത്തെ പ്രഥമ വേദിയാണ് SSLC പരീക്ഷ. ആ SSLC പരീക്ഷയെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ, ഏത് വ്യക്തിയുടെയും ജീവിതത്തിൽ SSLC ഒരു അളവ് പോലാണ്, ഒരു മാനദണ്ഡമാണ്. അതിന് ജീവിതത്തിൽ എവിടെ പോയാലും, ഏത് പരീക്ഷയ്ക്ക് പോയാലും, സിവിൽ സർവീസ് ഇന്റർവ്യൂവിന് കടന്നാൽ പോലും നിങ്ങൾക്ക് അവിടെ ഈ SSLC സംബന്ധിച്ച് ഒരു പരാമർശം നടത്തേണ്ടി വരും. സ്കൂൾ മാനേജർ KP ജെയിൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി KS ലതീഷ് കുമാർ, അധ്യാപകരായ രതീഷ് കുമാർ, OS റെജി, KR ശ്രീനി, PTA വൈസ് പ്രസിഡന്റ് ബേസിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജാക്കാട്. ഇത്തവണത്തെ CBSE പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ മിന്നും വിജയം കരസ്ഥമാക്കിയതിന്റെ സന്തോഷത്തിലാണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും. 10ാം ക്ലാസ്സിലും +2വിലും 100ൽ 100% ഇത്തവണ സ്കൂളിന്റെ വിജയം. വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കേക്ക് മുറിച്ചും മധുരം പങ്കുവെച്ചും ആഘോഷിച്ചു. 10ാം ക്ലാസ്സിൽ 89 വിദ്യാർത്ഥികളും +2വിൽ 64 കുട്ടികളുമായിരുന്നു ഇത്തവണ പരീക്ഷ എഴുതിയത്. ഇത്തവണത്തെ CBSE പരീക്ഷാഫലം പുറത്തു വന്നപ്പോൾ സ്കൂളിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉജ്ജ്വലമായ വിജയമാണ് അടിമാലി വിശ്വദീപ്തി പബ്ലിക് സ്കൂൾ കരസ്ഥമാക്കിയത്. പരീക്ഷ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും വിജയിച്ച സ്കൂൾ 100% വിജയം കരസ്ഥമാക്കി. മിന്നും വിജയം വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന് കേക്ക് മുറിച്ചും മധുരം പങ്കുവെച്ചും ആഘോഷിച്ചു. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും സ്കൂൾ മാനേജ്മെന്റിന്റെയും അക്ഷീണ പ്രയത്നമാണ് മിന്നും വിജയത്തിന് സഹായിച്ചതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ രാജേഷ് ജോർജ് പറഞ്ഞു. വിശ്വദീപ്തിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ മികച്ച വിജയമാണ് ഞങ്ങളുടെ കുട്ടികൾ കൊണ്ടുവന്ന് നൽകിയിരിക്കുന്നത്. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും. +2 ബാച്ചിൽ സയൻസ് സ്ട്രീമിൽ നിന്ന് 11 പേർക്കും ഒരാൾ കൊമേഴ്ഷ്യൽ സ്ട്രീമിൽ നിന്നും ഫുൾ A1 നേടിയും, അതുപോലെ ക്ലാസ് 10ലെ ഞങ്ങളുടെ 14 പേരെ ഫുൾ A1 നേടിയും മികച്ച വിജയം കൊണ്ടുവന്നിരിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ 14 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A1 കരസ്ഥമാക്കി. 12ാം ക്ലാസ്സിൽ 12 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A1 ലഭിച്ചു. +2 സയൻസ് വിഭാഗത്തിൽ ദേവിക B നായർ, ക്രിസ് ജോയ്, നന്ദന R എന്നിവരും കൊമേഴ്സ് വിഭാഗത്തിൽ ബിൻസ് ബാബുവും സ്കൂൾ ടോപ്പർമാരായി. 10ാം ക്ലാസ്സിൽ അഭിനന്ദന സുഭാഷ്, ഡിയോണ ജോഷി, മിഥില ബിനു, മരിയ മാർട്ടിൻ എന്നിവരാണ് സ്കൂൾ ടോപ്പർമാർ. 10ാം ക്ലാസ്സിൽ 55 കുട്ടികൾക്കും +2വിൽ 54 കുട്ടികൾക്കും 80% മുകളിൽ മാർക്ക് ലഭിച്ചു. വിജയാഘോഷത്തിൽ സ്കൂൾ മാനേജർ, വൈസ് പ്രിൻസിപ്പൽ, PTA പ്രസിഡന്റ്, അധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, അടിമാലി. ഇളംദേശം ബ്ലോക്കിനും ഇനി മുതൽ പുതിയ മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്തിൽ പുതുതായി അനുവദിച്ച മൊബൈൽ വെറ്റിനറി യൂണിറ്റ് PJ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. അഴുത ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിധിയിലുള്ള എല്ലാ ഗ്രാമപഞ്ചായത്തിലെയും മൃഗസംരക്ഷണ ക്ഷീരമേഖലയിലെ കർഷകരുടെ വളർത്തുമൃഗങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ചികിത്സയ്ക്കായി ഡോക്ടറുടെ സേവനം വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നതിന് മൃഗസംരക്ഷണ വകുപ്പുമായി ചേർന്നാണ് മൊബൈൽ വെറ്ററിനറി യൂണിറ്റ് തുടങ്ങിയത്. 1962 എന്ന ടോൾ ഫ്രീ നമ്പറിലുള്ള കേന്ദ്രീകൃത കോൾ സെന്റർ സംവിധാനത്തിലൂടെയാണ് മൊബൈൽ വെറ്റിനറി യൂണിറ്റിന്റെ സേവനം കർഷകരുടെ വീട്ടുപടിക്കൽ ലഭ്യമാക്കുന്നത്. വൈകിട്ട് 6 മുതൽ രാവിലെ 5 വരെയാണ് പ്രവർത്തന സമയം. വെള്ളിയാഴ്ച അവധിയാണ്. മൊബൈൽ വെറ്റിനറി യൂണിറ്റ് PJ ജോസഫ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു.
മറ്റു വിഷയങ്ങളിലേക്കൊന്നും ഞാൻ നടക്കുന്നില്ല. ക്ഷീരകർഷകർ ഒട്ടേറെ ബുദ്ധിമുട്ടുകളുണ്ട്. ഇത് പരിഹരിക്കാൻ ഫലപ്രദമായ നടപടികളുണ്ടാകും. പാലിന് വില ആവശ്യമായ തോതിൽ അല്ലെങ്കിൽ ലാഭകരമായ തോതിൽ പശുവിനെ വളർത്താവുന്നതിൽ വില ലഭിക്കുന്നില്ല എന്നുള്ള ഒരു പ്രശ്നം എപ്പോഴും നിലനിൽക്കുകയാണ്. ഇളംദേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടോമി തോമസ് കാവാലം അധ്യക്ഷത വഹിച്ചു. ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ ആർ മിനി പദ്ധതി വിശദീകരിച്ചു. ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ, മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ, ക്ഷീര കർഷകർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ ഇടുക്കി. ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഭാഗം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി ബ്ലോക്ക് തല ശില്പശാല സംഘടിപ്പിച്ചു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് ഉദ്ഘാടനം ചെയ്തു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ദേവികുളം ബ്ലോക്കിൽ ഉൾപ്പെടുന്ന ഗ്രാമപഞ്ചായത്ത് BMCകൾക്കായി ജനകീയ ജൈവ വൈവിധ്യ രജിസ്റ്റർ 2ാം ഭാഗം തയ്യാറാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബ്ലോക്ക് തല പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടിയിൽ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ N അനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ദേവികുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ജിഷ ദിലീപ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ V ബാലകൃഷ്ണൻ ആമുഖ പ്രഭാഷണം നടത്തി. സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ, മെമ്പർ സെക്രട്ടറി, പ്രിൻസിപ്പൽ സയന്റിഫിക് ഓഫീസർ ഡോക്ടർ വിമൽകുമാർ CS, സീനിയർ റിസർച്ച് ഓഫീസർ ഡോക്ടർ ബൈജുലാൽ എന്നിവർ വിവിധ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. മൂന്നാർ ഗ്രാമപഞ്ചായത്ത് BMC കൺവീനർ R മോഹനൻ സ്വാഗതവും ജൈവ വൈവിധ്യ ബോർഡ് ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ അശ്വതി VS നന്ദിയും രേഖപ്പെടുത്തി. വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ, BMC അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ മൂന്നാർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റവന്യൂ ഭൂമിയിലെ വനംവകുപ്പിന്റെ കയ്യേറ്റം, നിയമ നടപടിക്കൊരുങ്ങി കോൺഗ്രസ്. ഭൂമി ആദിവാസികളുടേതെന്ന DCC വൈസ് പ്രസിഡന്റ് KS അരുൺ. കാട്ടാനാക്രമണത്തിൽ പൊറുതിമുട്ടി ഉപ്പുതറ വളക്കോട്ടിലെ കർഷകർ. രാത്രിയിലെത്തിയ കാട്ടാനക്കൂട്ടം വരുത്തിവെച്ചത് ലക്ഷങ്ങളുടെ കൃഷിനാശം. നഷ്ടപരിഹാരവും ലഭിക്കുന്നില്ലെന്ന് കർഷകർ. പട്ടയമെന്ന കിട്ടാക്കനിക്കായി കല്ലാറുകുട്ടിയിലെ കർഷകരുടെ കാത്തിരിപ്പ് നീളുന്നു. സർക്കാർ കനിവിനായി കാത്തിരിക്കുന്നത് 3500-ലധികം കുടുംബങ്ങൾ. ഇടുക്കി പാക്കേജ് പ്രഖ്യാപിച്ച് ജനങ്ങളെ വഞ്ചിച്ച മുഖ്യമന്ത്രിയും ഇടുക്കിയിൽ നിന്നുള്ള ഇടത് MLA-മാരും ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് കേരള കോൺഗ്രസ് ഇടുക്കി ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ MJ ജേക്കബ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. സീമാ സിൽക്സ് നിയർ മലബാർ ഗോൾഡ്, പുളിയൻമല റോഡ്, കട്ടപ്പന. വിളകളുടെ കരുത്തുറ്റ വളർച്ചയ്ക്കും മണ്ണിലെ ജൈവഘടന നിലനിർത്തുന്നതിനും അഴുകൽ, തട്ടമറിച്ചിൽ ഇവയെ പ്രതിരോധിക്കുന്നതിനും സഹായിക്കുന്നു. നിർമ്മാതാക്കൾ ശ്രീലക്ഷ്മി എന്റർപ്രൈസസ്, ആമയാർ. KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. സഹകാർ മെഡിക്കൽസ് ആൻഡ് സർജിക്കൽസ്, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, DCDL മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറിക്ക് സമീപം, പഞ്ചായത്ത് റോഡ്, രാജാക്കാട്. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഏറ്റവും കുറഞ്ഞ വിലയിൽ എല്ലാ മെറ്റീരിയൽസും ഉത്തരവാദിത്തത്തോടുകൂടി സൈറ്റിലെത്തിച്ച് നൽകും. കരുത്തു പകരുന്നു തലമുറകളോളം. NK ട്രേഡിംഗ് കമ്പനി, ഇരട്ടയാർ. ഇനി ബിൽഡിംഗ് ഏതായാലും യാഥാർത്ഥ്യമാക്കാൻ ചോയ്സ് തന്നെ. ചോയ്സ് ബിൽഡേഴ്സ്, വി പ്രൊവൈഡ് ദ ജോയ് ഓഫ് എ ന്യൂ ഹോം. രാജാക്കാട്, ഇടുക്കി. ഫോൺ നമ്പർ 8606560526, 8606820526. ഹാപ്പി ബർത്ത്ഡേ പപ്പ. ഇത് എന്നതടി കൊച്ചേ? ഇത് പപ്പയുടെ തലവര മാറ്റുന്നൊരു ഗിഫ്റ്റാ. ഇതോടെ എല്ലാ പ്രശ്നവും മാറും. ഇവൻ കനിയാതെ നമ്മുടെ പ്രശ്നം തീരില്ല മോളെ. പപ്പ ഇത് ആദ്യം ഒന്ന് തുറന്നു നോക്ക്. പപ്പ ഇത് ഉപയോഗിച്ച് നോക്ക്. പപ്പയുടെ ഇല ചെടികൾ ഇനി 100 മിനി വിളവ് തരും. ഇതെന്റെ ഉറപ്പല്ല,
ഉപയോഗിച്ച് വിജയിച്ച നൂറുകണക്കിന് കർഷകരുടെ ഉറപ്പാ. ശക്തമായ വേരുപടലവും കരുത്തുറ്റ ചിമ്പുകളും ചരങ്ങളും ഇന്ദ്രജാലിലൂടെ ചെടിയിൽ നിറയെ പൂക്കളും അതുവഴി ധാരാളം കായ്ഫലവും ഉണ്ടാകാൻ അമിമാക്സ്. ചെടിയുടെ സമഗ്ര വളർച്ചയ്ക്കും കരുത്തിനും ചമത്കാർ. ഒരു ഹൈഫീൽഡ് AG ഉൽപ്പന്നം. കേരളത്തിലെ അംഗീകൃത വിതരണക്കാർ അഗ്രോ പാർക്ക് നെടുങ്കണ്ടം. ജില്ലയിലെ എല്ലാ കൃഷിമരുന്ന് കടകളിലും ലഭ്യമാണ്.